നമസ്കാരം. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ STPയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ വിലയിരുത്തൽ. 91 ഗ്രാമപഞ്ചായത്തുകളിലും 8 മുനിസിപ്പൽ സമിതികളിലും 2 കോർപ്പറേഷനുകളിലും 1 ബ്ലോക്ക് പഞ്ചായത്തിലും STPക്ക് പ്രതിനിധികൾ എത്തിക്കാൻ സാധ്യമായി. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ വലിയ നേട്ടമാണ് ഉണ്ടാക്കാൻ സാധ്യമായത്. 1480 സീറ്റുകളിൽ പാർട്ടി ചിഹ്നത്തിലും 140 സീറ്റുകളിൽ സ്വതന്ത്രരായും 1620 സീറ്റിലാണ് പാർട്ടി മത്സരിച്ചത്. അതിൽ 102 സീറ്റാണ് മൊത്തം കിട്ടിയത്. പക്ഷെ 277 വാർഡുകളിൽ കോർപ്പറേറ്റ് പ്രബലമായ 3 മുന്നണികൾക്കിടയിൽ ഒറ്റക്ക് മത്സരിച്ച ഒരു പാർട്ടി എന്ന നിലക്ക് ഈ രീതിയിലുള്ള ഒരു മത്സരം കാഴ്ചവെച്ച വേറൊരു പാർട്ടി എങ്ങനെ ഒറ്റക്ക് മത്സരിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് മത്സരിച്ച ഒരു പാർട്ടി എന്ന നിലക്ക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റം 277 വാർഡുകളിൽ 2ാം സ്ഥാനത്ത് വിജയത്തോടടുത്ത 2ാം സ്ഥാനത്തെത്തുന്നു. അതില് 39 സീറ്റുകളിൽ 50 താഴെ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. അപ്പൊ അതിന് നോക്കുമ്പോൾ ഒരു വലിയ മുന്നേറ്റമായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല 192 സീറ്റുകളിൽ കേരളത്തില് വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ശക്തിയായിട്ട് വാർഡുകൾ മാറിയിട്ടുണ്ട്. അപ്പൊ കേവലം 1600 സീറ്റിൽ മാത്രം മത്സരിച്ച ഒരു പാർട്ടിക്ക് ഈ രീതിയിൽ വലിയൊരു സ്വാധീനം ചെലുത്തുന്ന പാർട്ടിയായി ശക്തിയായി STPക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. മാത്രമല്ല 16 പഞ്ചായത്തുകളിൽ STP തീരുമാനിക്കുന്നിടത്ത് ഭരണം വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിലവില് LDF, UDF, BJP ഈ 3 മുന്നണികളുമായി ഇരുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ STPയുടെ വോട്ട് ആർക്ക് ലഭിക്കുന്നു അവർ പഞ്ചായത്ത് ഭരണത്തിൽ എത്തുന്ന സാഹചര്യം 16 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ പരാജയപ്പെടുത്താൻ വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നിരുന്നു. മുസ്ലിം ലീഗ് BJPയുടെ സഹായം തേടിയതായിട്ട് ഒരുപാട് സ്ഥലത്ത് കാണാം. BJP ഞങ്ങളെ തോൽപ്പിക്കാൻ പലയിടങ്ങളിലും ഞങ്ങൾ മത്സരിക്കുന്ന, പ്രത്യേകിച്ചും ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വാർഡുകളിൽ മത്സരിക്കാതിരിക്കുകയും അവരുടെ വോട്ട് മറ്റ് മുന്നണികൾക്ക് നൽകിയതായും കാണാൻ കഴിയും. പരിശോധിച്ചാൽ BJPയുടെ സഹായം തേടിയ ഒരുപാട് സ്ഥലങ്ങൾ മുസ്ലിം ലീഗ് BJPയുടെ സഹായം തേടിയിട്ടുണ്ട്. അത് കോഴിക്കോട് ജില്ലയിൽ അഴിയൂര്, വടകര മേഖല ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ BJPയുടെ സഹകരണം പോലും തേടിയിട്ടാണ് ഇങ്ങനൊരു നേടുകയും ഒക്കെ ചെയ്യുന്നത്. കേരളത്തിൽ വരാനിരിക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ഒരു ശരിയായ ഒരു ശരിയായ ഒരു രീതിയല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ നമ്മൾ വളരെയധികം കൊട്ടിഘോഷിക്കുന്ന ഒരു സംഗതി UDFന്റെ തരംഗം എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. സത്യത്തിൽ UDF തരംഗം എന്നതിലപ്പുറത്തേക്ക് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഭരണവിരുദ്ധ അറിയാം. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള കേരളത്തിലെ ഏറ്റവും അധികം വിഷം തുപ്പുന്ന, അങ്ങേയറ്റം വർഗീയമായി വേർതിരിവുണ്ടാക്കുന്ന, വളരെ പരസ്യമായി പച്ചക്ക് വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളെ കൂടെ കൂട്ടുകയും അവർക്ക് ഔദ്യോഗികമായ പരിവേഷം കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നടത്തിയ ഒരു ശ്രമം, അത് അങ്ങേയറ്റം ജനങ്ങളെ കുറ്റകരമായ കളവുകളിൽ പ്രതിയാക്കപ്പെടുന്നു എന്നുള്ളത് സ്വാഭാവികമായിരിക്കും. അങ്ങനെ പല പാർട്ടികൾക്കും ഒക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ CPM അതില് ഒരു ശരിയായ നിലപാടെടുത്ത് അത്തരം ആളുകളെ ശിക്ഷിക്കുക മീൻസ് പാർട്ടി തലത്തിലുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കുകയോ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പൊതുസമൂഹത്തിന് ബോധ്യമാവുന്ന രീതിയിലുള്ള യാതൊരുവിധ ഒരു നടപടികളും CPMന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഇതൊക്കെ കൊണ്ട് ജനങ്ങളെ അങ്ങേയറ്റം ഈ ഗവൺമെന്റിനോടും ഇടതുപക്ഷ മുന്നണിയോടും ഒക്കെയുള്ള ഒരു
പ്രതികാര മനോഭാവം വെച്ചു പുലർത്തി ഭരണവിരുദ്ധ വികാരം UDF അനുകൂലമായി വരിക മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അത് LDF ഇത് മനസ്സിലാക്കുകയും ആവശ്യമായ തിരുത്തലുകൾ നടത്തേണ്ടതുണ്ട്. കാരണം LDF പോലുള്ള ഒരു മുന്നണി രാജ്യത്ത് തകരാനൊന്നും പാടില്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ എല്ലാ പാർട്ടികളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മുന്നണികളും തരുന്നു. നല്ല പണമൊഴുക്ക് നടത്തിയിട്ടാണ് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ലീഗ് അടക്കമുള്ള പാർട്ടികൾ പിടിച്ചെടുത്തത്. ഇതും അവർ വിജയത്തിന് ഒരു ആക്കം കൂട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും തലത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സെമി ഫൈനൽ നിലക്ക് ഇവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ എന്ത് നടപടിയും ഇന്ന് ഇതിലേക്ക് പോയതാണ് കാണുന്നത്. അതിന്റെയൊക്കെ ഒരു അഹങ്കാരം അവര് ജയിച്ചതിന് ശേഷം ഞങ്ങൾ പ്രവർത്തകരെ ആക്രമിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളുമായി അവര് മുന്നോട്ട് 102 സീറ്റ് നിലനിർത്തി. അതിൽ ഞങ്ങൾക്ക് 2 കോർപ്പറേഷൻ സീറ്റുകൾ ഉണ്ടായി. അതിലൊന്ന് പുതുതായി ഉണ്ടായതാണ് കണ്ണൂര്. അതുപോലെ തന്നെ 11 ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നമുക്ക് എൻട്രി കിട്ടി. 2 മുനിസിപ്പാലിറ്റികൾ പുതുതായി എൻട്രി കിട്ടി. പിന്നെ ഇത് അങ്ങനെയല്ല. അതിന്റെ ഒരു കണക്ക് കഴിയൊരു 15-ാം വാർഡില് BJPയും UDFും തമ്മിലുണ്ടാക്കിയ ഈ രീതിയിലുള്ള അത് മഞ്ചേശ്വരം പഞ്ചായത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ BJPക്ക് കഴിഞ്ഞ ഇലക്ഷനില് 445 വോട്ട് കിട്ടിയെടുത്ത് കേവലം 140 വോട്ടായിട്ട് BJP കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ UDFന്റെ പാർട്ടല്ലേ, അവരുമായി ഞങ്ങള് ഇതില്ലല്ലോ. അതെ, BJP UDF ധാരണ മറച്ചു വെക്കാൻ വേണ്ടി പറയുന്ന ഒരു ആരോപണം. കണക്കുകൾ LDFും SDPയും ധാരണ ആക്കിയിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഇന്ന് LDF ഭരിക്കും. നദീനഗർ വാർഡ് 34 വോട്ടിനാണ് LDF പരാജയപ്പെടുന്നത്. SDPയുടെ 154 വോട്ട് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പയ്യാനക്കൽ വാർഡ് 7 വോട്ടിനാണ് LDF പരാജയപ്പെടുന്നത്. 211 വോട്ട് SDPI പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ സുഖമായിട്ട് LDFന് ഭരിക്കാം. അത് ഇപ്പോൾ നിങ്ങൾക്ക് ആകെ പറയേണ്ട കഴിവിനാ പറയുന്നത്, നമുക്കത് അറിയില്ല അതിനൊരു കാര്യം. അവിടുത്തെ ഏതെങ്കിലും അവിടെ BJPക്ക് 5-ഉം LDFന് 5-ഉം ഞങ്ങൾക്ക് ഒരു സീറ്റും ഉണ്ടായിരുന്നു. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില് ഞങ്ങൾ 3 പ്രാവശ്യം BJP ഒഴിവാക്കാൻ വേണ്ടി LDFന് വോട്ട് ചെയ്ത് അവർ പ്രസിഡന്റ്ഷിപ്പ് ഒഴിവാക്കുകയും ചെയ്തു. പക്ഷെ ഇപ്രാവശ്യം അവിടെ ഞങ്ങൾക്ക് 3 സീറ്റുണ്ട്. ഞങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. ഒരു സീറ്റുള്ള 3 സീറ്റാക്കി മാറിയിട്ടുണ്ട്. BJPക്ക് 5-ഉം LDFന് 3-ഉം ഞങ്ങൾക്ക് LDFന് 4-ഉം ഞങ്ങൾക്ക് 3 സീറ്റുണ്ട്. അവിടെ ഞങ്ങള് എന്തായാലും ഒരു നിലപാടെടുക്കും. അത് അവര് അതിന് സ്വീകരിക്കാൻ അവിടെ, പക്ഷെ അത് 3 ആഴ്ച നിരാകരിച്ചു അവര്. അല്ല, അതുണ്ട്. അത് നിങ്ങൾക്കറിയില്ല. BJPയുമായി അത് തെളിവായിട്ട് പറഞ്ഞല്ലോ. ഒറ്റൊന്ന് ഉദാഹരണം പറയാം. കോഴിക്കോട് കോർപ്പറേഷനിലെ കൊമ്മേലി ഡിവിഷൻ എന്റെ ഡിവിഷൻ കൂടിയാണ്. അവിടെ BJP 2020 257 വോട്ടാണ്. 850 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്നത്. ഇത് തന്നെ കൃത്യമായ ഡീലാണ്. തൊട്ടടുത്ത ഒറ്റമലും അതുപോലെ തന്നെ പുതിയറയിലും പ്രദേശങ്ങളിലൊക്കെ BJPക്ക് തിരിച്ച് വോട്ട് കൊടുത്ത് UDFന്റെ വോട്ടുകൾ കാണുന്നില്ല. ക്ലിയർ ആണ്. അല്ല, BJPയും ലീഗും തമ്മിൽ വളരെ പരസ്യമായി അവര് സൗഹൃദം പാലിക്കുന്നവരാണല്ലോ. എല്ലാ പൊതുപരിപാടികളൊക്കെ BJPയെ സഹകരിപ്പിക്കുകയും അവരുമായുള്ള ആശയവിനിമയം ഒക്കെ നന്നായി നടത്തുന്ന, അതിലവർക്ക് പ്രയാസം ഇതുവരെ തോന്നിയിട്ടില്ല മുസ്ലിം ലീഗിന്. BJP അവിടെ ജയിച്ചത്. പകരം 3-ാം വാർഡില് 150 വോട്ട് UDFന് BJP കൊടുത്തു. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വോട്ട് 150 കുറഞ്ഞു. ഇപ്പം കൂടിയ വോട്ടും ചേർത്ത വോട്ടും കാണാനില്ല. ഇതുപോലെ തന്നെയാണ് പൊറ്റമ്മല്. മേയർമാര് ജയിച്ച വാർഡില് UDFന്റെ വോട്ട് കുറഞ്ഞു. UDFന്റെ വോട്ട് പൊറ്റമല അല്ല, പൊറ്റമ്മല് UDFന്റെ വോട്ട് BJP കൊടുത്തതിനെ കൊണ്ടാണ് BJPയുടെ വോട്ട് പോയി. LDFന്റെ വോട്ടുകൾ ഈ ശബരിമല വിഷയത്തിലൊക്കെ മാറിയിട്ടുണ്ടാവും. സ്വാഭാവികം. LDFന് പൊതുവെ കേരള സംസ്ഥാനത്ത് മൊത്തത്തിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടല്ലോ. അതാണിപ്പോ നമുക്ക് ഇത്ര വലിയ ഒരു വിജയം UDFന് വരാൻ കാരണം LDFന്റെ വോട്ട് ചോർച്ച തന്നെയാണ്. അത് 2 ഭാഗത്തും, പ്രത്യേകിച്ചും തെക്കൻ കേരളത്തില് ശബരിമല വിഷയത്തിലും ഇപ്പുറത്ത് വെള്ളാപ്പള്ളി വിഷയത്തിലൊക്കെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം വോട്ടായി മാറിയതാണ്.
അത് സ്വാഭാവികമായി അവർക്ക് കിട്ടിപ്പോയി UDF-ന്. അല്ല ക്ഷീണം, അതാ പറഞ്ഞു, ക്ഷീണം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായി ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ പ്ലേസ് ചെയ്ത് മലപ്പുറം ജില്ലയിലായിരുന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ സെക്കൻഡ് പൊസിഷനിലേക്ക് വന്നത്. ഭയങ്കര ചെറിയ വോട്ടിനാണ് ഞങ്ങൾ അവിടെ പരാജയപ്പെടുന്നത് മലപ്പുറത്ത്. അതെ അതെ അതെ. അല്ല കണ്ണൂര് കുറഞ്ഞിട്ടില്ല. കണ്ണൂര് പ്രാവശ്യം 14 സീറ്റ് കിട്ടിയിട്ടുണ്ട്. കണ്ണൂര് കുറഞ്ഞിട്ടില്ല. മലപ്പുറം കോഴിക്കോട് ജില്ലകൾ ഞങ്ങളെ മുസ്ലിം ലീഗിന് ഏറ്റവും നന്നായി ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ ജില്ലകൾ നിലയ്ക്ക് അവർ നന്നായി ടാർഗറ്റ് ചെയ്തു. ഞങ്ങൾ ജയിച്ചു വരരുത് എന്ന്, പ്രത്യേകിച്ചും STPയുടെ ഒരു മുന്നേറ്റം അത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസാന ഘട്ടത്തിലൊക്കെ MSFന്റെ ഭാരവാഹികളും അതുവഴി MSF വഴി അവർ നടത്തിയ പ്രസ്താവനകളാണ്. വളരെ പ്രകടമായ രീതിയിൽ STPക്കെതിരെയായിരുന്നു ഒരു ആരോപണം ഉന്നയിച്ചിരുന്നത്. STP മൊത്തം ഒരു ശിഥിലീകരിക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ രീതിയിൽ പല രീതിയിലുള്ള പ്രസ്താവനകൾ അത് ലീഗ് പ്രസിഡന്റ് ഭാഗത്തും വന്നു, MSF യൂത്ത് ലീഗ് നേതാക്കളുടെ ഭാഗത്തും വന്നു. അപ്പൊ അവർ ഞങ്ങളെ ഒരു ടാർഗറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് BJPയുമായി സഹകരിപ്പിച്ച് അവര് വോട്ട് കച്ചവടം നടത്തി. അതിന് അവർക്ക് തടസ്സമൊന്നുമില്ല. അത് പല ഘട്ടങ്ങളിലും ലീഗ് അങ്ങനെ ചെയ്യുന്നതാണ്. നന്നായി BJPയുമായി വോട്ട് കച്ചവടം ചെയ്യും. വോട്ടർ കട്ടർമാരായി മാറുന്നവർ പറഞ്ഞു. ആ പറഞ്ഞതിന് പറഞ്ഞ അതൊരു മുൻകൂർ ജാമ്യമാണ്. ഞങ്ങൾ നടത്തുന്ന മുന്നേറ്റത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങൾക്ക് വെള്ളപൂശിയതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അങ്ങനെ ആ രീതിയിലല്ല. ഞങ്ങൾ വളരെ ഇപ്പൊ നമുക്ക് നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ വ്യാപകമായ അഴിമതിയും വലിയ രീതിയിലുള്ള സ്വജനപക്ഷവും നടന്നുകൊണ്ടിരിക്കുന്ന ലോക്കൽ ബോഡികളാണ് ഇന്ന് കേരളത്തിലുള്ളത്. 1995 തദ്ദേശ സ്വയംഭരണ വികേന്ദ്രാസനം വന്നപ്പോ ഉണ്ടായ ഒരു ഭൂമി കണ്ട് ഈ ലോക്കൽ ബോഡികളിൽ അത് പാടെ നശിച്ചുപോയി. ഞങ്ങൾ അത് വെച്ചിട്ടാണ് വോട്ട് ചോദിച്ചതും വോട്ട് പിടിച്ചതും. വേറെ ഒരു അജണ്ട ഞങ്ങൾ മുമ്പിൽ വെച്ചിട്ടില്ല. വളരെ കൃത്യമായി പഞ്ചായത്തുകളുടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ ജനങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വെച്ച് ഈ ഇലക്ഷനിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു മുന്നണി ചെയ്തിട്ടില്ല. ഞങ്ങൾ മാത്രമാണ് ഞങ്ങൾ മത്സരിച്ചിടങ്ങളിൽ ലോക്കൽ ബോഡികളിലെ ഓഡിറ്റ് റിപ്പോർട്ട് ഗവൺമെന്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് പരസ്യപ്പെടുത്തിയ നെറ്റിലൊക്കെ പബ്ലിഷ് ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ട് കൊണ്ടെടുത്തിട്ട് അഴിമതിയും സ്വജനപക്ഷപാതവും കൃത്യമായി കാണിച്ചുകൊണ്ടാണ് വോട്ട് ഞങ്ങൾ പ്രചരണം നടത്തിയത്. അത് ഭയങ്കര പ്രതിരോധത്തിലായിരുന്നു. ഞങ്ങള് മത്സരിച്ച വാർഡുകളിലൊക്കെ ലീഗും കോൺഗ്രസ് അടക്കമുള്ളവർ LDF ഉള്ളവർക്ക് LDF-ഉം വലിയ പ്രതിരോധത്തിലായിരുന്നു. അതിനെ അവര് ഇത്തരം ഒരു രാഷ്ട്രീയ വിഭാഗം ലോക്കൽ പള്ളിക്ക് വന്നാൽ ഇവരുടെ അഴിമതിക്കൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാവും എന്ന് ഭയം ഉണ്ടായിരുന്നു അവര്. അതുകൊണ്ട് അവര് ആ രീതിയിലുള്ള കോർണർ ചെയ്ത്, ഞങ്ങൾക്ക് നന്നായി അറിയാം, ഞങ്ങളെ മാത്രം കോർണർ ചെയ്തിട്ടാണ് UDF-ലെ ലീഗൊക്കെ വർക്ക് ചെയ്തത്. ഞങ്ങൾക്ക് ബോധ്യമാവും, അത് ജനങ്ങൾക്ക് ബോധ്യമാണ് ഞങ്ങളെ കോർണർ ചെയ്താണ്. ഇപ്പൊ എന്റെ പഞ്ചായത്തൊക്കെ അത് വളരെ വ്യക്തമാണത്. ഞങ്ങള് നിയമസഭയിൽ മത്സരിക്കും എന്തായാലും. അതില് നിയമസഭാ ഇലക്ഷനിലേക്ക് ഞങ്ങൾക്ക് BJP ഒഴികെയുള്ള മുന്നണിയുമായി സഹകരിക്കുന്ന തടസ്സമൊന്നുമില്ല. അത് ഏത് മുന്നണി എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമല്ല. ഏത് മുന്നണിയുമായിട്ട് സഹകരിക്കുന്ന തടസ്സമില്ല. പക്ഷെ ആ സാഹചര്യത്തിന് വേണ്ടി ഒരു പിന്നാലെ പോകാനൊന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകും. ഒറ്റക്ക് മത്സരിക്കാനാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു താല്പര്യം. ഈ മുന്നണിയുമായി സഖ്യമുണ്ടാക്കുന്നതിന് ഞങ്ങൾക്ക് വിയോജിപ്പില്ല. ഞാൻ നിർണ്ണയിക്കാൻ പറ്റും തീർച്ചയായിട്ടും. അല്ല ആരാണ് നമ്മുടെ അജണ്ടകളുമായി ചേർന്ന് നിൽക്കുന്നത് അവരെയാണ് നമ്മൾ നോക്കുക. വേറൊരു പ്രശ്നമല്ല. ഇപ്പൊ കൊട്ടയങ്കൽ വേറെ ഒന്നുണ്ട്. കൊട്ടയങ്കൽ നമുക്ക് LDF-നെ പിന്തുണച്ചിട്ട് UDF-നെ പിന്തുണച്ചിട്ട് കാര്യമില്ല. കാര്യത്തിൽ അവർക്ക് അത്ര സീറ്റില്ല. അവിടെ LDF-നാണ്. BJPക്ക് 5-ഉം LDF-നാണ് 4-ഉം. അവിടെ പിന്നെ നമുക്ക് LDF-നെ പിന്തുണക്കല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് LDF-നെ പിന്തുണക്കും. LDF-നെ പിന്തുണയ്ക്കാൻ ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. ഞങ്ങൾ മനസ്സാക്ഷിക്കനുസരിച്ച് വോട്ട് കൊടുത്തു. അതാണ് ഓരോ വാർഡിലും അതാത് ബ്രാഞ്ച് കമ്മിറ്റികൾക്ക് അതിന് സ്വാതന്ത്ര്യം കൊടുത്തു. ഏറ്റവും നല്ല ഓരോ ലോക്കൽ ബോഡിയും ഡിഫറെന്റ് ഗവൺമെന്റുകളാണല്ലോ. അപ്പൊ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ലീഗുമായി ഒരു പ്രശ്നമില്ല. ഈ ഇലക്ഷനിൽ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തു, അത് സത്യമാണ്. ഞങ്ങൾ ലീഗിനെ സഹായിച്ചു എന്ന് പറയുന്ന അർത്ഥമില്ല. അത് പ്രാദേശികമായ ആളുകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. അവിടുത്തെ പ്രദേശത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മത്സരിക്കാത്ത സ്ഥലങ്ങളിൽ വോട്ട് കൊടുക്കാൻ, മനസ്സാക്ഷിക്കനുസരിച്ച് വോട്ട് കൊടുക്കാൻ കൊടുത്തു. അത് ലീഗിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അവരുടെ ആറ്റിറ്റ്യൂഡും അവര് പ്രവർത്തകന്മാരുടെ നിലപാടൊക്കെ അനുസരിച്ച് ഒരു പക്ഷെ കിട്ടിയേക്കും. അങ്ങനെയാണ് അത് പറയാൻ പറ്റുള്ളൂ.
അല്ല, ലീഗ് ഒരു മുന്നണി അല്ലല്ലോ കേരളത്തില്. മുന്നണി UDF അല്ലേ. അപ്പൊ നമുക്ക് ലീഗിനോട് സഹകരിക്കുക എന്ന സംഗതി ഇല്ല, UDF-നോട് സഹകരിക്കാന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇരു മുന്നണികളോടും സഹകരിക്കുന്നതിന് തടസ്സമില്ല. ഇല്ലല്ല, നമ്മളങ്ങനെ ഇല്ലല്ലോ. അത് പ്രാദേശികമായി ചിലരങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ട് പോയേക്കാം, പറയാൻ പറ്റൂല. അത് ആളുകളുടെ ഇഷ്ടമാണല്ലോ. അത് ഒരു മനസ്സാക്ഷി അനുസരിച്ച് ഞങ്ങൾ 1620 സീറ്റിലെ മത്സരിച്ചിട്ടുള്ളൂ. ബാക്കി 18,000 ചില്ലറ സീറ്റുകൾ ഉണ്ടല്ലോ. അപ്പൊ അതില് ആർക്കും വോട്ട് കൊടുത്തിരിക്കാം. എന്തായാലും ഞങ്ങള് ഏത് വാർഡിൽ പരിശോധിച്ചാലും ഒരു 50 ഞങ്ങൾ മത്സരിക്കാത്ത വാർഡുകളിൽ അപ് ടു 100 വോട്ട് എല്ലായിടത്തും ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. ഇല്ല ഞങ്ങൾ ആരുമായി ആവശ്യപ്പെട്ടില്ല. ഇല്ല. അല്ല, അതെന്താണെന്നറിയോ, കേരളത്തില് നമുക്കറിയാലോ, കേരളത്തില് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ NDA ഭരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. LDF UDF യോജിച്ചു നിന്ന് അതിനെ പ്രതിരോധിക്കുമെന്നുള്ളത് കണ്ടറിയണം. ഇപ്പോഴത്തെ സാഹചര്യത്തില് പിന്നെ അടുത്ത മുന്നണി അത് സഹായിക്കുന്ന പറയുന്നു. UDF-ന്റെ ഭാഗത്ത് ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ ഈ വിഷയത്തിലൊക്കെ വലിയ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. NDA-ക്ക് ഇതിൽ രാജ്യവ്യാപകമായി ഇന്ത്യ മുന്നണി രൂപപ്പെടുത്തിയ കോൺഗ്രസും പിന്നെ CPM-ഉം മുസ്ലിം ലീഗും ഒക്കെ തിരുവനന്തപുരം കോർപ്പറേഷൻ നിലപാട് സ്വീകരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുവരെ ആരും കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഇവിടെ NDA മുന്നോട്ട് വരുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിയമസഭാ സീറ്റുകളുടെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ 30ഓളം സീറ്റ് BJP ജയിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ശക്തി, ഒരു വർഗീയ ശക്തി കേരളത്തിൽ വരാതിരിക്കുന്നതിന് LDF-ന്റെ പിന്തുണയ്ക്കൽ തെറ്റില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് അവിടുത്തെ പഞ്ചായത്തില് കഴിഞ്ഞ ഭരണത്തിലൊക്കെ നിലപാടുകൾ ജനങ്ങളോടുള്ള ഈ രണ്ട് മുന്നണിയുടെ നിലപാട് എന്തായിരുന്നു അത് പരിശോധന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൊടുക്കുക. കാരണം അത് വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞ പോലെ ഓരോ ലോക്കൽ ബോഡികളും ഓരോ ഗവൺമെന്റുകളാണ്. അവിടുത്തെ പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അവർ എങ്ങനെയാണ് അവിടുത്തെ മുന്നണികൾ ഭരിച്ചിരുന്നത്, അത് ജനവിരുദ്ധമായിരുന്നുവോ ജനകീയമായിരുന്നുവോ എന്ന് പരിശോധിച്ചിട്ട് അതിനനുസരിച്ചാണ് വോട്ട് കൊടുക്കുക. സംഘർഷം എന്ന് പറയാൻ പറ്റില്ല. അവര് ഞങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു. ഞങ്ങളെ ലീഗ് ആക്രമിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. സംഘർഷം എന്നാൽ ഞങ്ങൾ വേണ്ടി കുഴപ്പമുണ്ടാക്കണമല്ലോ. ഞങ്ങൾ എന്തായാലും കുഴപ്പമുണ്ടാക്കാൻ പോയിട്ടില്ല, അത് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുമില്ല. ഞങ്ങള് വളരെ സമാധാനപൂർവ്വമാണ് ഈ ഇലക്ഷൻ നേരിട്ടത്. പക്ഷെ ഇലക്ഷൻ ജയത്തിന് ശേഷം അവര് ഞങ്ങളെ പലയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് ആക്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയ പ്രതിഷേധമുണ്ട്. അത് അതേ രീതിയിൽ തെരുവുകളിൽ പ്രതിരോധിക്കാനും പ്രതികരിക്കാനും ഞങ്ങൾ ഇപ്പോൾ തയ്യാറാവുന്നില്ല, അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അവര് ലീഗ് എന്തോ ഒരു അന്ധമായി ഒരു STP വിരുദ്ധത അവര് കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നെ പല സീറ്റുകളിലും STPയുടെ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് ലീഗ് വാർഡുകളിലാണ്. അത് സ്വാഭാവികമായി അവരത് പ്രകോപിപ്പിച്ചേക്കാം, അത്രേ ഉള്ളൂ അതിന്. ഒരു ഹക്കീം ജയിച്ചിട്ടുണ്ട്. അതെ, അത് അങ്ങനെ പറയാൻ പറ്റുമോ? ഹക്കീം അവിടെ നല്ല പൊതുപ്രവർത്തകനാണ് കൊടുവായൂരില്, ആർക്കും അറിയാം. ഞാനിപ്പോ ഇവിടെ 102 സീറ്റ് അല്ല, ഞാൻ പറയാം 102 സീറ്റിൽ മത്സരിച്ച ഈ മൊത്തം സ്ഥാനങ്ങളിൽ എനിക്ക് പേര് കിട്ടൂലല്ലോ. പക്ഷെ കൊടുവായൂർ ഹക്കീമിന് എനിക്ക് പെട്ടെന്ന് പേര് വരാൻ കാരണം അത്രയും നല്ല ഒരു പൊതുപ്രവർത്തകനാണ്, ജനങ്ങളിൽ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ആളാണ്. അദ്ദേഹത്തിനും കൂടി കിട്ടിയ വോട്ടായിരിക്കും അത്. അതെ. അത് അങ്ങനെ വെൽഫെയർ പാർട്ടി ഒരു സഖ്യകക്ഷിയായി UDF-ന്റെ കൂടെ ഇല്ലല്ലോ. വെൽഫെയർ പാർട്ടിയും STPയും തമ്മിൽ യാതൊരുവിധ ശത്രുതയുമില്ല. അവരുമായി പിന്നെ അവര് UDF-നോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ഒരു സഹകരണ സാധ്യത നഷ്ടപ്പെട്ടു പോയെന്നേ ഉള്ളൂ. അപ്പോ ഞങ്ങൾക്ക് അവരാലോചിച്ചിട്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ്. ഒരിക്കലും പിന്നെ വെൽഫെയർ പാർട്ടി UDF-ന്റെ ഒരു സമ്പൂർണ്ണ സഖ്യകക്ഷിയായി മാറിയിട്ടില്ല. പരസ്പര സഹകരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തില് ഞങ്ങളെ പരാജയപ്പെടുത്താൻ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. എവിടെയില്ല. ഞങ്ങൾക്ക് നല്ല വോട്ടുള്ള സ്ഥലങ്ങൾ പലയിടങ്ങളിലും ഞങ്ങൾ BJP-യുമായാണ് മത്സരിച്ചത്.
BJP ഓവർകം ചെയ്തുകൊണ്ട് ഞങ്ങൾ ജയിച്ച വാർഡുകളുണ്ട്. ഞങ്ങൾക്കിപ്പോ നല്ല വോട്ടുള്ള സ്ഥലങ്ങളിൽ 400-500 വോട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ BJP പരാജയപ്പെടുമോ എന്ന് ആലോചിച്ച് ഞങ്ങൾ മത്സരിക്കാതിരുന്നില്ല. അങ്ങനെ മത്സരിക്കാതിരിക്കാൻ വേറൊരു പാർട്ടി ശ്രദ്ധിക്കുന്നില്ലല്ലോ. BJP പരാജയപ്പെടുത്തേണ്ട സമ്പൂർണ്ണ ഉത്തരവാദിത്തം SDPക്കാണെന്ന് പറയുന്നതിൽ എന്ത് ന്യായമുള്ളത്? ഞങ്ങൾക്ക് വോട്ടുള്ളിടത്ത് BJP പരാജയപ്പെടുത്താൻ, വോട്ടിലൂടെ പരാജയപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഞങ്ങൾ മത്സരിക്കും. അവിടെ മറ്റുള്ള ഞങ്ങൾ ചിന്തിക്കൂല. അങ്ങനെ ഞങ്ങൾ മത്സരിക്കും. അത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല അവരെ പരാജയപ്പെടുത്തുക. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 41 സ്ഥലത്ത് UDF 3-ാം സ്ഥാനത്താണ്. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ സഖ്യം ധാരണ ആയിരുന്നെങ്കിൽ ഇന്ന് കോർപ്പറേഷൻ BJP ഭരിക്കൂലല്ലോ. അതെ അതെ അത് ഞാൻ പറഞ്ഞല്ലോ, അതാണ് LDF-ന് വിരുദ്ധമാണത് ആ നിലപാട്. സ്വാഭാവികമായും LDF-ന്റെ നേരെ വിരുദ്ധമായ മുന്നണി UDF ആണ് അവർക്ക് കിട്ടിയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കേന്ദ്രം വന്നിട്ടുണ്ടാവും. അത് നമുക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ അറിയാം. LDF-ന് വിരുദ്ധമാണ് പൊതു നിലപാട്. ആ പൊതു നിലപാട് സ്വാഭാവികമായി UDF-നാണ് അനുകൂലം കിട്ടുക. അനുകൂലം ഇത്രയൊക്കെ ഈ ഒരു ട്രെൻഡ്, ഒരു LDF വിരുദ്ധ ട്രെൻഡ് ഉണ്ടായി അത് UDF-ൽ കേന്ദ്രീകരിക്കും ചെയ്തിട്ടും ഞങ്ങൾക്ക് പോറേറ്റില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് നല്ല മുന്നേറ്റം ആർദ്രത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസും ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം. താങ്ക് യു.